പ്രൊഫഷണൽ ബോക്സിങ്ങിലെ എക്കാലത്തെയും മികച്ച 3 നോക്കൗട്ടുകൾ. ആ മത്സരത്തിൻ്റെ പ്രാധാന്യവും മത്സരത്തിൻ്റെ കഥയും സാഹചര്യവുമാണ് ഈ 3 നോക്കൗട്ടുകൾ തിരഞ്ഞെടുക്കുവാനുള്ള എൻ്റെ ക്രൈറ്റീരിയ. ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച നോക്കൗട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ രാകേഷ് വിദ്യാധരൻ, കേരള ബോക്സിംഗ് കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, കരാട്ടെ ആൻഡ് ബോക്സിംഗ് കോച്ചാണ്. ബോക്സിംഗ് ലോകത്ത് കേൾക്കാൻ ഏറ്റവും ആവേശകരമായ വാക്കാണ് നോക്കൗട്ട്. ഒരു ബോക്സിംഗ് മത്സരത്തിലെ ഏറ്റവും നിർണായകവും വിസ്മയകരവുമായ നിമിഷമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു നോക്കൗട്ട്? ഒരു ഫൈറ്റർ എതിരാളിയുടെ തലയിലോ ശരീരത്തിലോ ശക്തിയായി ഇടിക്കുകയും അതിൻ്റെ ആഘാതത്തിൽ എതിരാളി ബോധരഹിതനായി അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിലംപതിക്കുകയും ചെയ്യുമ്പോൾ അതിനെ KO അല്ലെങ്കിൽ നോക്കൗട്ട് എന്ന് പറയുന്നു. റഫറി 10 വരെ എണ്ണിക്കഴിഞ്ഞിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ ഫൈറ്ററിന് കഴിയുന്നില്ലെങ്കിൽ ആ മത്സരം അവിടെ വെച്ച് അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കും. ഒരു നോക്കൗട്ട് ഒരു ബോക്സറുടെ പഞ്ചിൻ്റെ ശക്തി മാത്രമല്ല, അവരുടെ കൃത്യത, വേഗത, എതിരാളിയുടെ ബലഹീനത മനസ്സിലാക്കുവാനുള്ള കഴിവ് എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് കേവലം ഒരു പരാജയമല്ല, മറിച്ച് ഒരു പോരാളിയുടെ അപ്രതീക്ഷിത ശക്തിയെയും വിജയത്തെയും കുറിക്കുന്ന നിമിഷമാണ്. ബോക്സിംഗ് ലോകത്തെ അന്നത്തെ കിങ് ആയിരുന്നു ട്രെവർ ബെർബിക്. ആരും തൊടാൻ ഭയപ്പെടുന്ന ഒരു വൻമതിൽ. ലോകം കണ്ട ഏറ്റവും വലിയ ഇതിഹാസ താരങ്ങളിലൊരാളായ മുഹമ്മദ് അലിയെ സ്വന്തം കൈക്കരുത്തുകൊണ്ട് തോൽപ്പിച്ച ചരിത്രം അയാൾക്കുണ്ടായിരുന്നു. അലിക്ക് ശേഷം ആരും തോൽപ്പിച്ചിട്ടില്ലാത്ത ലാരി ഹോംസിനെയും അദ്ദേഹം നേരിട്ടു. അങ്ങനെയിരിക്കെ 20 വയസ്സുകാരനായ മൈക്ക് ടൈസൺ എന്ന ചെറുപ്പക്കാരൻ വെല്ലുവിളിയുമായി വന്നു. എല്ലാവരും ടൈസനെ കണ്ടത് വേഗതയുള്ള ഒരു കുട്ടിയായിട്ടാണ്. ബർബിക്ക് ടൈസനെ പരിഹരിച്ചു. ഈ കുട്ടിയുടെ പഞ്ചുകൾ എന്നെ വീഴ്ത്തില്ല എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. പക്ഷേ ആ 20കാരൻ്റെ റെക്കോർഡുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. 27 മത്സരങ്ങൾ, 27 വിജയങ്ങൾ, അതിൽ 25ഉം നോക്കൗട്ടുകൾ. പക്ഷേ അന്നത്തെ ലോക കിരീടം നേടണമെങ്കിൽ ഒരു കടമ്പ കൂടി കടക്കണം. അന്നത്തെ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ട്രെവർ ബെർബിക്കിനെ തോൽപ്പിക്കണം. മത്സരം തുടങ്ങി. ആദ്യ റൗണ്ടിൽ ടൈസൺ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ബെർബിക് ടൈസന്റെ ആക്രമണത്തെ തടയാൻ നോക്കിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ടൈസന്റെ ഓരോ പഞ്ചിനും ബെർബിക്കിനെ തളർത്താൻ കഴിഞ്ഞു. 2ാം റൗണ്ടിൽ ടൈസൺ അതിശക്തമായ ഒരു ലെഫ്റ്റ് ഹുക്ക് തൊടുത്തുവിട്ടു. ആ പഞ്ച് ബെർബിക്കിന്റെ താടിയിൽ കൃത്യമായി പതിച്ചു. ബെർബിക്ക് നിലംപതിച്ചു. പലരും കരുതിയത് ബെർബിക് ഉടൻ എഴുന്നേക്കുമെന്നാണ്. പക്ഷേ ടൈസന്റെ പഞ്ച് അത്രയ്ക്ക് ഭീകരമായിരുന്നു. അയാൾ എഴുന്നേക്കാൻ ശ്രമിച്ചു, പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലത്ത് വീണുകൊണ്ടേയിരുന്നു. അതൊരു സാധാരണ വീഴ്ചയായിരുന്നില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ കാലുകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഒരു കുട്ടിയെപ്പോലെ അയാൾ വീണ്ടും വീണ്ടും തളർന്നു വീണുകൊണ്ടിരുന്നു. 3 തവണ നിലംപതിച്ചതിന് ശേഷം റഫറി മത്സരം അവസാനിപ്പിച്ചു. ഒരു ഭീകരനായ ചാമ്പ്യനെ ഒരു ചെറുപ്പക്കാരൻ നിഷ്പ്രഭനാക്കിയ ആ നിമിഷം ലോകം ടൈസനെ ഒരു പുതിയ രാജാവായി അംഗീകരിച്ചു. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല, അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ടൈസൺ വേഗതയിലും ശക്തിയിലും മാത്രം ശ്രദ്ധിച്ചില്ല, എതിരാളിയെ നിരീക്ഷിച്ചു. അവൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി. കൃത്യമായ പ്ലാനുകളോടെയാണ് അയാൾ റിങ്ങിൽ ഇറങ്ങിയത്. ഇന്ത്യയിൽ നമ്മുടെ യുവതാരങ്ങൾക്കും ഇതാണ് വേണ്ടത്. വെറും പഞ്ചുകൾക്കപ്പുറം തന്ത്രങ്ങൾ മെനയാനും എതിരാളിയെ പഠിക്കാനുമുള്ള കഴിവ് വളർത്തണം. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, പക്ഷെ ഒരിക്കലും അത് മറ്റുള്ളവരെ വില കുറച്ച് കാണാനുള്ള ഒരു കാരണമാകരുത്. ഇന്ത്യയിൽ നിന്ന് പ്രൊഫഷണൽ ബോക്സിങ്ങിലേക്ക് കടന്നു വരുന്ന ഓരോ യുവ പോരാളിയും ഈ പാഠങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. മൈക്ക് ടൈസൺ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ലോക ചാമ്പ്യനാകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടാണ്. ടൈസൺ മാത്രമല്ല, ഓരോ ഇതിഹാസത്തിനും പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. ഷോർട്ട് കട്ടുകളില്ല, നിരന്തര പരിശ്രമം മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴി. ട്രെവർ ബെർബിക്കിനെ പോലുള്ള ഒരു ചാമ്പ്യൻ പോലും തൻ്റെ ആത്മവിശ്വാസം അഹങ്കാരമായി മാറിയപ്പോൾ നിലംപതിച്ചു. ബോക്സിംഗ് റിങ്ങിൽ ആരെയും വിലക്കുറച്ചു കാണാൻ പാടില്ല. എല്ലാ എതിരാളികളെയും ബഹുമാനത്തോടെ സമീപിക്കണം. വിജയിക്കുമ്പോൾ വിനയമുള്ളവനായിരിക്കുക, തോൽക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കുക. ടൈസൺ 20ാമത്തെ വയസ്സിൽ ലോകത്തെ കീഴടക്കി. ഇന്ത്യയിൽ മികച്ച പരിശീലനങ്ങൾ കുറവായിരിക്കാം, പിന്തുണ ലഭിക്കാൻ പ്രയാസമുണ്ടായിരിക്കാം. പക്ഷേ ടൈസനെ പോലെയുള്ളവരുടെ കഥകൾ ഓർക്കുക. കഠിനാധ്വാനം ചെയ്യാനും സ്വപ്നത്തിനായി പോരാടാനും നിങ്ങൾക്ക് പ്രായമോ സ്ഥലമോ ഒരു തടസ്സമാകില്ല. ഓർക്കുക, ബോക്സിംഗ് റിങ്ങിൽ നിങ്ങൾ തനിച്ചായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഓരോ പ്രകടനവും നിങ്ങളെപ്പോലെ സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങൾക്ക് പ്രചോദനമാകും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക. 1994 നവംബർ 5 ശനിയാഴ്ച രാത്രി ലാസ് വെഗാസിലെ MGM ഗ്രാൻഡ് ഗാർഡൻ അറീനയിലെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം ആവേശത്താൽ അലറി വിളിക്കുകയാണ്.
ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ ഒരു പോരാട്ടത്തിനാണ് അവർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു വശത്ത് ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള മൈക്കിൾ മൂറർ, മറുവശത്ത് 45 വയസ്സുള്ള ശരീരഭാരം കൂടിയ ഒരു കാലഘട്ടത്തിലെ ഇതിഹാസമായിരുന്ന ജോർജ് ബിഗ് ജോർജ് ഫോർമാൻ. ഫോർമാനെ സംബന്ധിച്ച് ഇതൊരു സാധാരണ പോരാട്ടമായിരുന്നില്ല. 45-ാം വയസ്സിൽ ഒരു തിരിച്ചുവരവിനാണ് ഈ മത്സരം. 20 വർഷം മുമ്പ് മുഹമ്മദ് അലിക്കെതിരെ കിനാഷയിലെ റംബിൾ ഇൻ ദ ജംഗിൾ പോരാട്ടത്തിന് തോറ്റതിന് ശേഷം ബോക്സിംഗ് റിങ്ങിൽ നിന്നും വിരമിച്ച ആളാണ് അദ്ദേഹം. പിന്നീട് ഒരു പുരോഹിതനായി ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. എന്നാൽ ബോക്സിങ്ങിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ വീണ്ടും റിങ്ങിലേക്ക് എത്തിച്ചു. പഴയ ഫോർമാനല്ല ഇത്. ഒരു ഹെവി വെയ്റ്റ് പോരാളിക്ക് വേണ്ട ചടുലതയോ വേഗതയോ അദ്ദേഹത്തിനില്ല. പ്രായം അദ്ദേഹത്തിൻ്റെ കാലുകളുടെ വേഗത കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധികം ആളുകളും അദ്ദേഹത്തിൻ്റെ തോൽവിയാണ് പ്രതീക്ഷിച്ചത്. മറുവശത്ത് മൈക്കിൾ മൂറർ, തൻ്റെ ശക്തിയിലും വേഗതയിലും ആത്മവിശ്വാസമുള്ള യുവ ചാമ്പ്യൻ. ഈ പ്രായം ചെന്ന എതിരാളിയെ പരാജയപ്പെടുത്താൻ തനിക്ക് എളുപ്പം സാധിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. മത്സരം ആരംഭിച്ചു. ആദ്യ റൗണ്ടുകളിൽ മൂറർ തൻ്റെ വേഗതയും യുവത്വവും ഉപയോഗിച്ച് ഫോർമാനെ ആക്രമിച്ചു. ഫോർമാൻ പതിയെ പ്രതിരോധത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി. ആദ്യ റൗണ്ടുകളിൽ മൂറർ പോയിന്റുകൾ നേടി മുന്നേറി. ഓരോ റൗണ്ടിലും ഫോർമാൻ മുറിവേൽക്കുന്നുണ്ടായിരുന്നു. മൂററുടെ പഞ്ചുകൾ ഫോർമാൻ്റെ ശരീരത്തിൽ താളത്തിൽ പതിഞ്ഞു. 10 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ മൂറർ പോയിന്റ് നിലയിൽ വളരെ മുന്നിലായിരുന്നു. റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിജയ ചിരി തെളിഞ്ഞു. മൂററുടെ കോർണറിലെ പരിശീലകൻ സന്തോഷത്തോടെ കൈയടിച്ചു. അവർക്ക് വിജയം ഉറപ്പായിരുന്നു. അതേസമയം ഫോർമാൻ്റെ കോർണറിൽ കാര്യങ്ങൾ ശാന്തമായിരുന്നു. ഫോർമാറ്റിൻ്റെ സഹോദരി പോലും അദ്ദേഹത്തോട് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഫോർമാൻ്റെ മുഖത്ത് നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു. തൻ്റെ മനസ്സിനോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ഇതിന് കഴിയും. 12-ാം റൗണ്ട്. മത്സരം അവസാനിക്കാൻ ഇനി അധിക സമയമില്ല. മൂറർ കൂടുതൽ അഗ്രസീവായി ഫോർമാനെ ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ ഫോർമാൻ തളരാതെ തൻ്റെ പ്രതിരോധം തുടർന്നു. ഫോർമാൻ്റെ കാലുകൾ മന്ദഗതിയിലായിരുന്നു, എന്നാൽ മനസ്സ് വളരെ വേഗത്തിലായിരുന്നു. അദ്ദേഹം മൂററുടെ നീക്കങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു. തൻ്റെ അവസരത്തിനായി കാത്തുനിന്നു. അപ്പോഴാണ് ആ നിമിഷം വന്നത്. മൂറർ അശ്രദ്ധനായി ഒരു ഇടി നൽകാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ചെറിയ നിമിഷം, ആ ഒരു പിഴവ്, ഫോർമാൻ കാത്തിരുന്നത് അതിനാണ്. ഒരു മിന്നൽ പിണർ പോലെ ഫോർമാൻ തൻ്റെ ബിഗ് റൈറ്റ് ഹാൻഡ് ഉയർത്തി മൂററുടെ താടിക്ക് ശക്തിയായി ഇടിച്ചു. ആ ഒരൊറ്റ ഇടിയിൽ മൂറർ നിലംപതിച്ചു. തലകറങ്ങി, കണ്ണുകൾ മങ്ങി. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. റഫറി 10 വരെ എണ്ണി, എങ്കിലും അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. അത് നോക്കൗട്ടായിരുന്നു. 45 വയസ്സുള്ള ജോർജ് ഫോർമാൻ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിരിക്കുന്നു. കാണികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റിങ്ങിൽ എല്ലാവരും സ്തബ്ധരായി. ഫോർമാൻ മുട്ടുമടക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നീട് ആ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഈ വിജയം കേവലം ഒരു മത്സരത്തിലെ വിജയമല്ല. ഇത് പ്രായത്തിനും സമയത്തിനും എതിരെയുള്ള ഒരു മനുഷ്യൻ്റെ പോരാട്ടമായിരുന്നു. മനസ്സിൻ്റെ പോരാട്ടമായിരുന്നു. ഒരിക്കലും വിട്ടുകൊടുക്കരുത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന സന്ദേശമാണ് ഫോർമാൻ ആ മത്സരത്തിലൂടെ ലോകത്തിന് നൽകിയത്. 20 വർഷത്തിന് ശേഷം അതേ ഹെവി വെയ്റ്റ് ബെൽറ്റ് അദ്ദേഹത്തെ തേടിയെത്തി. ജോർജ് ഫോർമാൻ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് തേടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബോക്സർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ അതിനുവേണ്ടി പോരാടുക എന്നതായിരുന്നു ആ പോരാട്ടത്തിൻ്റെ കാതൽ. ആ ഒരു ഇടി, ഒരു നോക്കൗട്ട്, ഒരു ഇതിഹാസത്തിൻ്റെ തിരിച്ചുവരവ് മാത്രമല്ല, അത് ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി. 2009 മെയ് 2 ലാസ് വെഗാസിലെ MGM ഗ്രാൻഡ് ഗാർഡൻ അരീനയിൽ ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചരിത്ര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. കടുത്ത തണുപ്പുള്ള ഫിലിപ്പീൻസിലെ ചേരികളിൽ നിന്ന് വന്ന പോരാളിയായ മാനി പാക്മാൻ പാക്കിയോ എന്ന കൊച്ചു മനുഷ്യൻ ബ്രിട്ടീഷ് ബോക്സിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ടവൻ റിക്കി ദ ഹിറ്റ്മാൻ എന്ന അതികായനുമായി ഏറ്റുമുട്ടി. ഈ മത്സരം ലക്ഷക്കണക്കിന് ആൾക്ക് തത്സമയം കാണാനായി ആകാംക്ഷയോടെ കാത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബോക്സർമാർ 2 പേർ നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് സംഭവിച്ചത് ഒരു പോരാട്ടം മാത്രമല്ല, മറിച്ച് ഒരു ഇതിഹാസത്തിൻ്റെ പിറവിയായിരുന്നു. റിക്കി ദ ഹിറ്റ്മാൻ ഹാട്ടൻ അതിശക്തനായ ഒരു ബ്രിട്ടീഷ് ബോക്സറായിരുന്നു. തൻ്റെ കരിയറിലെ ഒരു പരാജയം മാത്രം ഏറ്റുവാങ്ങിയത് അദ്ദേഹം ലോകത്തെ മികച്ച ബോക്സർമാരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടു. തൻ്റെ ആക്രമണാത്മക ശൈലിയും ശരീരത്തിലുള്ള പഞ്ചിങ് ശക്തിയും ഹാട്ടൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു. എപ്പോഴും മുന്നോട്ട് മാത്രം പോരാടുന്ന ഒരു ഫൈറ്ററായിരുന്നു അദ്ദേഹം.
മാനി പാക്കിയോ തൻ്റെ കൗമാരകാലം മുതൽ ദാരിദ്ര്യത്തോടും പട്ടിണിയോടും പടവെട്ടി ബോക്സിംഗ് ലോകത്തേക്ക് കടന്നു വന്ന ഒരു പോരാളിയാണ്. 16-ാം വയസ്സിൽ പ്രൊഫഷണൽ ബോക്സിംഗ് അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം പിന്നീട് 8 വ്യത്യസ്ത ഭാരവിഭാഗങ്ങളിൽ ലോക ചാമ്പ്യനായി. ലോകത്തിലെ ഏറ്റവും മികച്ച പൗണ്ട് ഫോർ പൗണ്ട് ബോക്സർ എന്ന പദവിയിലേക്ക് അദ്ദേഹം വളർന്നു. ഫ്രെഡി റോച്ചിൻ്റെ പരിശീലനത്തിൽ ഒരു സാധാരണ സ്ലഗ്ഗറിൽ നിന്ന് കൂടുതൽ മികച്ച നീക്കങ്ങളുള്ള എന്നാൽ ആക്രമണോത്സുകത കൈവിടാത്ത ഒരു ബോക്സറായി അദ്ദേഹം മാറി. ഓസ്കാർ ഡി ലാഹോയെ പോലുള്ള ഇതിഹാസങ്ങളെ തോൽപ്പിച്ച് പാക്കിയോ ഈ പോരാട്ടത്തിനെത്തിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ബോക്സർ എന്ന പദവിയിലായിരുന്നു. പോരാട്ടത്തിൻ്റെ ആദ്യ റൗണ്ട് തന്നെ അതീവ നാടകീയമായിരുന്നു. പാക്കിയോയുടെ ശക്തമായ വലത് കൈ ഹുക്ക് ഹാട്ടനെ വീഴ്ത്തുകയും അദ്ദേഹത്തെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്തു. റൗണ്ട് തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ പാക്കിയോ ഹാട്ടനെ രണ്ടാമതും ഇടിച്ചു വീഴ്ത്തി. ഈ അവിശ്വസനീയമായ ആദ്യ റൗണ്ടിന് ശേഷം 2-ാം റൗണ്ടിൽ ഹാട്ടൻ ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചു. എന്നാൽ പാക്കിയോയുടെ പ്രതിരോധത്തിന് മുന്നിൽ അത് വിജയിച്ചില്ല. പാക്കിയോ തൻ്റെ നീക്കങ്ങൾ മെച്ചപ്പെടുത്തി. ഈ നിമിഷം പാക്കിയോയുടെ വലത് കൈകൊണ്ട് ഹാട്ടൻ്റെ താടിയിൽ കൃത്യമായി അടിച്ചതോടെ ഹാട്ടൻ താഴെ വീണു. റിക്കി ഹാട്ടൻ പൂർണ്ണമായും അബോധാവസ്ഥയിലായ ആ നോക്കൗട്ട് ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറി. അതിശക്തനായ ഒരു എതിരാളിയെ തന്ത്രപരമായി കീഴടക്കി ലോകത്തിലെ ഏറ്റവും മികച്ചവനാകാൻ ഒരു സാധാരണ പോരാളിക്ക് സാധിക്കുമെന്ന് ഇന്ത്യൻ ബോക്സർമാർക്ക് ഈ കഥ പ്രചോദനം നൽകും. ബോക്സിംഗ് ലോകത്തെ പ്രമുഖരായ ബോക്സിംഗ് താരങ്ങളുടെ വിജയങ്ങൾക്ക് പിന്നിൽ പ്രൊഫഷണൽ ബോക്സിംഗ് കൗൺസിലുകളുടെ പങ്ക് വളരെ വലുതാണ്. പുതിയ കളിക്കാർക്ക് ലോകോത്തര തലത്തിൽ എത്താനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതും അവരുടെ കരിയർ സുരക്ഷിതമാക്കുന്നതും ഈ കൗൺസിലുകളാണ്. അതേപോലെ ഇന്ത്യയിലും പ്രൊഫഷണൽ ബോക്സിംഗിന് മികച്ച ഭാവി ഒരുക്കുന്നതിൽ IBC ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലും KBC കേരള ബോക്സിംഗ് കൗൺസിലും വലിയ പങ്ക് വഹിക്കുന്നു. IBC ഇന്ത്യൻ ബോക്സർമാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോൾ KBC കേരളത്തിലെ ബോക്സിംഗ് രംഗത്ത് പുതിയ പ്രതിഭകളെ കണ്ടെത്തുകയും അവരെ പ്രൊഫഷണൽ തലത്തിലേക്ക് വളർത്താനും സഹായിക്കുകയാണ്. ലണ്ടനിലെ ബോക്സിംഗ് ലീഗുകളിലും അമേരിക്കയിലെ സൂപ്പർ ഫൈറ്റുകളിലും ഇന്ന് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈവന്റുകളാണ്. അതുപോലെ ഒരു ദിവസം ഇന്ത്യയിലെയും കേരളത്തിലെയും ഫൈറ്റുകൾക്ക് ലോകം കാത്തിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഈ കൗൺസിലുകൾ നൽകുന്ന പിന്തുണയെയും പ്രോത്സാഹനത്തെയും നന്ദിയോടെ സ്മരിക്കാം. പ്രൊഫഷണൽ ബോക്സിംഗിൻ്റെ കൂടുതൽ അറിവുകൾ നൽകുന്ന കഥകളുമായി വീണ്ടും എത്താം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.